എല്ലാവർക്കും നമസ്കാരം. വെക്ടേഴ്സ് പാർട്ട് 1. Scalar and vector quantities. All physical quantities can be generally classified into two types, one having only magnitude and the other having both magnitude and direction. എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണത്തിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, പക്ഷേ രണ്ടാമത്തെ ടൈപ്പ് ക്വാണ്ടിറ്റീസിന് മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഡയറക്ഷനും ഉണ്ടായിരിക്കും. ക്വാണ്ടിറ്റീസ് ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് ഓൺലി ആൻഡ് നോട്ട് റിലേറ്റഡ് ടു എനി ഫിക്സഡ് ഡയറക്ഷൻ ആർ കോൾഡ് സ്കേലേഴ്സ്. അതായത് മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് സ്കേലേഴ്സ്. അതിനുള്ള എക്സാമ്പിൾ മാസ്, വോള്യം, ഡിസ്റ്റൻസ്, ടൈം, സ്പീഡ്, etc. Now, quantities having both the magnitude and direction are called vectors. അതായത് ക്വാണ്ടിറ്റീസിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിൽ അത്തരം ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് വെക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ഫോഴ്സ്, ആക്സലറേഷൻ, etc. Any directed line segment is a vector. അതായത് തന്നിട്ടുള്ള ഫിഗർ ശ്രദ്ധിക്കുക. ഇതിലെ ആദ്യത്തെ ഫിഗർ എന്ന് പറയുന്നത് ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് എ ബി, അതായത് എയിൽ നിന്നും ബിയിലേക്ക്. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എയിൽ നിന്നും ബിയിലേക്ക് എന്നുള്ള ഡയറക്ഷനും തന്നിട്ടുണ്ട്. അതായത് ഒരു ലൈനിൻ്റെ സെഗ്മെൻ്റാണ് എ ബി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡയറക്ഷനും ഉണ്ട്. ദെൻ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് എ ബി എന്ന് പറയുന്നതിൽ ഡയറക്ഷനുമുണ്ട്, അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡുമുണ്ട്. അപ്പോൾ നമുക്കറിയാം ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വെക്റ്റർ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫിഗർ ശ്രദ്ധിക്കുക, ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് ബി എ. അതായത് ബി എ എന്ന് പറയുന്ന അത്രയും ലെങ്ത്തുള്ള അല്ലെങ്കിൽ അത്രയും മാഗ്നിറ്റ്യൂഡുള്ള ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട് ബിയിൽ നിന്നും എയിലേക്കാണ്. അപ്പോൾ അതും ഒരു ഡയറക്റ്റ് ലൈൻ സെഗ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനി ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് ഈസ് എ വെക്റ്റർ. കാരണം ഒരു ലൈൻ സെഗ്മെൻ്റ് ആണെങ്കിൽ അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻ്റ് ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഒരു വെക്റ്റർ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഇഫ് ഒ എ ഈസ് എ വെക്റ്റർ ആൻഡ് ഇഫ് ദ ഡയറക്ഷൻ ഈസ് ഫ്രം ഒ ടു എ, then O is called its initial point or origin and A its terminal point or end point or tip. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു വെക്റ്ററാണ് ഒ എ. ഒ എ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ആണെങ്കിൽ ഒ എന്നതിനെ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ പോയിന്റ്. അതുപോലെ തന്നെ എ എന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ പോയിന്റ്. Consider the vector OA. The length of the line segment OA known as the magnitude of the vector OA and is denoted by modulus vector OA or mod vector A. The magnitude of the vector is also called as its length or as its modulus. അതായത് നമുക്കൊരു വെക്റ്റർ തന്നിട്ടുണ്ട്. ഒ എ എന്ന് പറയുന്ന ഒരു വെക്റ്ററാണ്. വെക്റ്ററിനെ നമ്മൾ വിശേഷിപ്പിക്കാൻ വേണ്ടി മുകളിൽ ആരോ മാർക്ക് എന്നതാണ് നമ്മുടെ രീതി. ഇനി തന്നിരിക്കുന്ന വെക്റ്ററിൻ്റെ ലെങ്ത്തിനെ വിളിക്കുന്ന പേരാണ് മാഗ്നിറ്റ്യൂഡ്. അതായത് ഒരു വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അതിൻ്റെ മോഡുലസ് കണ്ടാൽ മതി. The magnitude of the vector is also called as its length or as its modulus. Different types of vectors. First one, zero vector or null vector.
A vector whose modulus is 0 is called a zero vector or null vector. അതായത് ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ലെങ്ത് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ അത്തരം വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് സീറോ വെക്ടർ ഓർ നൾ വെക്ടർ. ദി സീറോ വെക്ടർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ സീറോ വെക്ടർ. അപ്പോൾ സീറോ വെക്ടറിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യാൻ നമുക്ക് സീറോ എന്ന് എഴുതി അതിന് മുകളിൽ വെക്ടറിൻ്റെ സിമ്പൽ ചേർത്താൽ മതിയാകും. ഫോർ എക്സാമ്പിൾ വെക്ടർ എ എ ആൻഡ് വെക്ടർ ഒ ഒ എറ്റ്സെട്ര. അതായത് വെക്ടർ എ എ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എയും ഫിനിഷിംഗ് പോയിൻ്റ് എ തന്നെ. അതായത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഫിനിഷിംഗ് പോയിൻറ്റും സെയിം ആയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വ്യക്തമായി പറയാം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 ആണ്. നെക്സ്റ്റ് യൂണിറ്റ് വെക്ടർ ഓർ ഐഡൻറ്റിറ്റി വെക്ടർ. എ വെക്ടർ whose modulus is unity is called a unit vector. അതായത് ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മോഡുലസ് അല്ലെങ്കിൽ ലെങ്ത് ഈക്വൽ ടു 1 ആയി കഴിഞ്ഞാൽ അത്തരം വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. ദ സിംബൽ എ ക്യാപ് ഡിനോട്ടഡ് യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് വെക്ടർ എ ആൻഡ് ഈസ് റീഡ് ആസ് എ ക്യാപ്. അതായത് എ എന്ന് പറയുന്ന ഒരു വെക്ടർ തന്നിട്ടുണ്ട്, അതിൻ്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിംബലാണ് എ ക്യാപ്. അടുത്തതായി ലൈക്ക് ആൻഡ് അൺലൈക്ക് വെക്ടേഴ്സ്. വെക്ടേഴ്സ് ഹാവിംഗ് ദി സെയിം ഡയറക്ഷൻ ആർ കോൾഡ് ലൈക്ക് വെക്ടേഴ്സ് ആൻഡ് ദോസ് ഹാവിംഗ് ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആർ കോൾഡ് അൺലൈക്ക് വെക്ടേഴ്സ്. നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ ശ്രദ്ധിക്കുക. ആദ്യത്തെ ഫിഗർ എന്ന് പറയുന്നത് ലൈക്ക് വെക്ടേഴ്സ് ആണ്. ആ ഫിഗർ വളരെയധികം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 3 വെക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 3 വെക്ടേഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഡിഫറൻ്റ് ആണ്. അതായത് ലൈക്ക് വെക്ടേഴ്സിൻ്റെ കാര്യത്തിൽ മാഗ്നിറ്റ്യൂഡിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല, പക്ഷേ അതിൻ്റെ ഡയറക്ഷൻസ് കംപ്ലീറ്റ് ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ വെക്ടേഴ്സ് ഹാവിംഗ് ദ സെയിം ഡയറക്ഷൻ ആർ കോൾഡ് ലൈക്ക് വെക്ടേഴ്സ്. അടുത്തതായി അൺലൈക്ക് വെക്ടേഴ്സ് ശ്രദ്ധിക്കുക. അവിടെയും മാഗ്നിറ്റ്യൂഡ് ഡിഫറൻ്റ് ആണ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇപ്പോൾ ലൈക്ക് വെക്ടേഴ്സ് ആകട്ടെ അൺലൈക്ക് വെക്ടേഴ്സ് ആകട്ടെ മാഗ്നിറ്റ്യൂഡിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കേണ്ട ആവശ്യകതയില്ല. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ലൈക്ക് വെക്ടേഴ്സ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അൺലൈക്ക് വെക്ടേഴ്സ്. Next one, equal vectors. 2 vectors are said to be equal if they have the same magnitude and the same direction irrespective of the position of their initial points. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ ശ്രദ്ധിക്കുക. ആദ്യത്തെ ചെറിയ വെക്ടർ എടുക്കുകയാണെങ്കിൽ വെക്ടർ എ ബി, അതുപോലെ തന്നെ വെക്ടർ സി ഡി, വെക്ടർ ഇ എഫ്. ഈ 3 വെക്ടേഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ്, അതുപോലെ തന്നെ ഡയറക്ഷനും ഈക്വലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 3 വെക്ടേഴ്സിനെയും ഈക്വൽ വെക്ടേഴ്സ് എന്ന് വിളിക്കാവുന്നതാണ്. ഇപ്പോൾ തന്നിരിക്കുന്ന വെക്ടേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ അതിൻ്റെ ഡയറക്ഷനും അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആയിരിക്കണം. Thus, if AB equal to CD equal to EF, അതായത് തന്നിരിക്കുന്ന 3 വെക്ടേഴ്സിൻ്റെയും ലെങ്ത് ഈക്വൽ ആണ് ആൻഡ് ദേ ഹാവ് ദ സെയിം ഡയറക്ഷൻ, ദെൻ വെക്ടർ എ ബി ഈക്വൽ ടു വെക്ടർ സി ഡി ഈക്വൽ ടു വെക്ടർ ഇ എഫ്. നൗ നെഗറ്റീവ് ഓഫ് എ വെക്ടർ. ദി വെക്ടർ വിച്ച് ഹാസ് ദി സെയിം മോഡുലസ് but direction opposite to that of vector A is called the negative of vector A and is represented by negative vector A. നമുക്ക് A എന്ന് പറയുന്ന ഒരു വെക്ടർ തന്നിട്ടുണ്ട്. അതിൻ്റെ നെഗറ്റീവ് വെക്ടർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഡയറക്ഷൻ മാറ്റിയാൽ മതിയാകും. അതായത് A എന്ന് പറയുന്ന ഒരു വെക്ടറിൻ്റെ ഡയറക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ്
ഡയറക്ഷനുള്ള വെക്റ്റർ ആയിരിക്കും മൈനസ് വെക്റ്റർ എ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എ എന്ന് പറയുന്ന വെക്റ്ററിൻ്റെയും അതിൻ്റെ നെഗറ്റീവിൻ്റെയും മോഡുലസ് അഥവാ ലെങ്ത് ഈക്വൽ ആയിരിക്കും. ഡയറക്ഷൻ എന്ന് പറയുന്നത് മാത്രമേ ഓപ്പോസിറ്റ് ആകുകയുള്ളൂ. Thus, if vector AB equal to vector A, then vector BA equal to minus vector A. Now, collinear vectors. Vectors having the same line of action or having the lines of action parallel to one another, irrespective of their magnitude and direction, are called collinear or പാരലൽ വെക്റ്റേഴ്സ്. അതായത് പാരലൽ ആയിട്ടുള്ള വെക്റ്റേഴ്സിനെ നമുക്ക് കൊലീനിയർ വെക്റ്റേഴ്സ് എന്ന് പറയാം. അതായത് വെക്റ്റേഴ്സ് ഹാവിങ് ദി സെയിം ലൈൻ ഓഫ് ആക്ഷൻ. എക്സാമ്പിൾ, ലൈക്ക് ആൻഡ് അൺലൈക്ക് വെക്റ്റേഴ്സ് ആർ കൊലീനിയർ വെക്റ്റേഴ്സ്. ഇപ്പോൾ കൊലീനിയർ അഥവാ പാരലൽ വെക്റ്റേഴ്സ്, ശ്രദ്ധിക്കേണ്ട കാര്യം, വെക്റ്റേഴ്സ് ഹാവിങ് ദ സെയിം ലൈൻ ഓഫ് ആക്ഷൻ or having the lines of action parallel to one another irrespective of their magnitude and direction. Co-initial vectors. All vectors having the point as origin are called co-initial vectors. അതായത് സെയിം ഇനീഷ്യൽ പോയിന്റ് ഉള്ള വെക്റ്റേഴ്സിനെ നമുക്ക് co-initial vectors എന്ന് വിളിക്കാവുന്നതാണ്. അഡീഷൻ ഓഫ് വെക്റ്റേഴ്സ്. തന്നിരിക്കുന്ന ഫിഗർ ശ്രദ്ധിക്കുക. ലെറ്റ് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി ബി എനി ടു വെക്റ്റേഴ്സ്. ഇവിടെ നമ്മൾ ബോൾഡ് ലെറ്ററിലാണ് വെക്റ്റേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ബോൾഡ് ലെറ്റേഴ്സിൽ റെപ്രസെൻ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് വെക്റ്റർ സിമ്പിൾ ഉപയോഗിച്ചും വെക്റ്റേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാവുന്നതാണ്. ലെറ്റ് എ ബി ബി എനി ടു വെക്റ്റേഴ്സ്. അതായത് നമുക്ക് തന്നിരിക്കുന്നുണ്ട്, ഫിഗറിൽ ശ്രദ്ധിക്കുക, വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. ടേക്ക് എനി പോയിന്റ് ഒ. റീപ്ലേസ് ദ വെക്റ്റേഴ്സ് എ ആൻഡ് ബി ബൈ വെക്റ്റർ ഒ എ ആൻഡ് വെക്റ്റർ എ ബി റെസ്പെക്റ്റീവ്ലി, സോ ദാറ്റ് വെക്റ്റർ ഒ എ ഈക്വൽ ടു എ ആൻഡ് വെക്റ്റർ എ ബി ഈക്വൽ ടു ബി. അതായത് നമുക്ക് എയും ബിയും രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്. ഒ എന്ന ഒരു പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഒ എ ഈക്വൽ ടു വെക്റ്റർ എ എന്നും എ ബി ഈക്വൽ ടു വെക്റ്റർ ബി എന്നും നമുക്ക് അടയാളപ്പെടുത്താം. ഹിയർ ദ ടെർമിനൽ പോയിന്റ് ഓഫ് എ ഈസ് ദ ഇനീഷ്യൽ പോയിന്റ് ഓഫ് ബി. അതായത് എ എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ ടെർമിനൽ പോയിന്റ് ആണ് ബി എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ ഇനീഷ്യൽ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ then vector OB is defined as the vector sum of the given vectors A and B. അതായത് എ എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന വെക്റ്ററിൻ്റെയും സം എന്ന് പറയുന്നതാണ് OB എന്ന് പറയുന്ന വെക്റ്റർ. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. അതായത് if two vectors are represented by two sides of a triangle taken in order, then their sum is represented by the third side of the triangle taken in the opposite order. അതായത് രണ്ട് വെക്റ്റേഴ്സ് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളാണെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് വെക്റ്റേഴ്സും ഒരേ ഓർഡറിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വെക്റ്റേഴ്സിൻ്റെയും സം എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡ് ആയിരിക്കും, പക്ഷെ ടേക്കൻ ഇൻ ദി ഓപ്പോസിറ്റ് ഓർഡർ. ഇതിനെ വിളിക്കുന്ന പേരാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. പ്രോപ്പർട്ടീസ് ഓഫ് വെക്റ്റർ അഡീഷൻ. വെക്റ്റർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. If vector A and vector B are any two vectors, then vector A plus vector B equal to vector B plus vector A. അതായത് രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ ആദ്യത്തെ വെക്റ്ററും രണ്ടാമത്തെ വെക്റ്ററും ആഡ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമത്തേതിനോടുകൂടി ആദ്യത്തെ വെക്റ്ററും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്.
That is, vector addition is commutative. Second property, vector addition is associative. If vector A, vector B and vector C are any three vectors, then vector A plus vector B plus C equal to vector A plus vector B plus vector C. അതായത് നമുക്ക് മൂന്ന് വെക്ടേഴ്സ് ഉണ്ട്, വെക്ടർ എ, വെക്ടർ ബി ആൻഡ് വെക്ടർ സി. ബിയും സിയും ആഡ് ചെയ്തതിന് ശേഷം എയോടുകൂടി ആ കിട്ടിയ റിസൾട്ട് വെക്ടർ ആഡ് ചെയ്താലും, അതുപോലെ തന്നെ വെക്ടർ എയും വെക്ടർ ബിയും ആഡ് ചെയ്തതിന് ശേഷം അതിനോടുകൂടി വെക്ടർ സി ആഡ് ചെയ്താലും സെയിം വെക്ടർ തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുക. ദാറ്റ് ഈസ് വെക്ടർ അഡീഷൻ ഈസ് associative. Now, existence of additive identity. There exists the zero vector, vector 0, such that any vector, vector a plus 0 equal to a equal to 0 plus a. അതായത് എ എന്ന് പറയുന്ന ഒരു വെക്ടറിനോട് കൂടി നമുക്ക് 0 എന്ന് പറയുന്ന വെക്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എ എന്ന വെക്ടർ തന്നെ ലഭിക്കുന്നതാണ്. അതായത് ഒരു വെക്ടറിനോട് കൂടി 0 വെക്ടർ ആഡ് ചെയ്താൽ നമുക്ക് ആദ്യ വെക്ടർ തന്നെ ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി, എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഫോർ എവരി വെക്ടർ, വെക്ടർ എ, there exists the vector minus vector a such that a plus minus vector a equal to 0 vector equal to minus vector a plus vector a. അതായത് ഏതൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാലും നമുക്കതിന് കറസ്പോണ്ടിങ് ആയി അതിനൊരു നെഗറ്റീവ് വെക്ടർ കണ്ടുപിടിക്കാൻ സാധിക്കും. സച്ച് ദാറ്റ് വെക്ടർ പ്ലസ് നെഗറ്റീവ് വെക്ടർ ഈക്വൽ ടു 0 വെക്ടർ ആയിരിക്കും. Note 1. If vector A and vector B are any two given vectors, then vector A plus negative vector B equal to vector A minus vector B. അതായത് ഒരു വെക്ടറിനോട് കൂടി മറ്റൊരു വെക്ടറിൻ്റെ നെഗറ്റീവ് വെക്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഓപ്പറേഷനെ വിളിക്കാവുന്ന പേരാണ് സബ്ട്രാക്ഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ ബൈ എ സ്കേലാർ. അടുത്തതായി നമുക്കൊരു വെക്ടറിനെ ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇഫ് എം ഈസ് എ സ്കേലാർ ആൻഡ് വെക്ടർ എ ഈസ് എ വെക്ടർ, then the product m into vector a, known as the scalar multiple of the vector a, is defined as the vector having magnitude mod m into mod vector a and the direction same as that of vector a if m is positive and opposite to that of vector a if m is negative. If m equal to 0, m into vector a is a 0 vector. നമുക്ക് a എന്ന് പറയുന്ന ഒരു വെക്ടർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ m ഈസ് എ സ്കേലാർ. ഒരു വെക്ടറിനെ ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരു വെക്ടർ തന്നെയായിരിക്കും. അങ്ങനെ കിട്ടുന്ന m ഇൻറ്റു വെക്ടർ എ എന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മോഡ് എം ഇൻറ്റു മോഡ് വെക്ടർ എ ആയിരിക്കും. അതുപോലെ തന്നെ ആ കിട്ടുന്ന വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എയുടെ അതേ ഡയറക്ഷൻ ആയിരിക്കും ഇഫ് എം ഈസ് പോസിറ്റീവ്. ഇഫ് എം ഈസ് നെഗറ്റീവ്, ദെൻ കിട്ടുന്ന റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇഫ് എം ഈക്വൽ ടു 0, ദെൻ എം ഇൻറ്റു വെക്ടർ എ ഈസ് എ 0 വെക്ടർ. 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. എ എന്ന് പറയുന്ന ഒരു വെക്ടർ, അതുപോലെ തന്നെ എം എന്ന് പറയുന്ന ഒരു സ്കേലാർ,
then m into vector a എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ആയിരിക്കും. ഇനി എമ്മിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് എം ഇൻറ്റു വെക്റ്റർ എ എന്നുള്ളതിൻ്റെ ഡയറക്ഷനും മാറിക്കൊണ്ടിരിക്കും. ഇഫ് എം ഈസ് പോസിറ്റീവ് ദെൻ എം ഇൻറ്റു വെക്റ്റർ എ എന്ന വെക്റ്ററിൻ്റെ ഡയറക്ഷൻ എ എന്ന വെക്റ്ററിൻ്റെ സെയിം ഡയറക്ഷൻ ആയിരിക്കും. ഇഫ് എം ഈസ് നെഗറ്റീവ് ദെൻ എം ഇൻറ്റു വെക്റ്റർ എ എന്ന വെക്റ്ററിൻ്റെ ഡയറക്ഷൻ എ എന്ന വെക്റ്ററിൻ്റെ ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ആൻഡ് ഫൈനലി ഇഫ് എം ഈക്വൽ ടു 0 then m into vector a is a zero vector. Note 1. If vector a and m into vector a are like vectors for all m greater than 0. നമുക്കറിയാം ലൈക്ക് വെക്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ സെയിം ആയിരിക്കും. അപ്പോൾ ഹിയർ വെക്റ്റർ എ ആൻഡ് എം ഇൻറ്റു വെക്റ്റർ എ ആർ ലൈക്ക് വെക്റ്റേഴ്സ് ഫോർ ഓൾ എം ഗ്രേറ്റർ ദാൻ 0. Note 2. Vector a and m into vector a are unlike vectors for any m less than 0. Unlike vectors എന്നാൽ രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഹിയർ എം ഈസ് നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ വെക്റ്റർ എയും അതുപോലെ എം ഇൻറ്റു വെക്റ്റർ എയും അൺലൈക്ക് വെക്റ്റേഴ്സ് ആയിരിക്കും. നോട്ട് 3. Two vectors vector a and vector b are collinear if and only if there exists a non-zero scalar m such that vector a equal to m into vector b. നമുക്കറിയാം കൊലീനിയർ വെക്റ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ് ലൈക്ക് വെക്റ്റേഴ്സും അൺലൈക്ക് വെക്റ്റേഴ്സും. എൻ്റെ തൊട്ട് മുന്നത്തെ നോട്ടുകളിൽ പറഞ്ഞു എം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വെക്റ്റർ എയും എം ഇൻറ്റു വെക്റ്റർ എയും ലൈക്ക് വെക്റ്റേഴ്സ് ആയിരിക്കും. എം നെഗറ്റീവ് ആണെങ്കിൽ വെക്റ്റർ എയും എം ഇൻറ്റു വെക്റ്റർ എയും അൺലൈക്ക് വെക്റ്റേഴ്സ് ആയിരിക്കും. ഇപ്പോൾ കൊലീനിയർ എന്ന് പറയുകയാണെങ്കിൽ രണ്ട് വെക്റ്റേഴ്സ് എ ആൻഡ് വെക്റ്റർ ബി ആർ കൊലീനിയർ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നോൺ സീറോ എം കണ്ടുപിടിക്കാൻ സാധിക്കും സച്ച് ദാറ്റ് വെക്റ്റർ എ ഈക്വൽ ടു എം ഇൻറ്റു വെക്റ്റർ ബി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. Two vectors vector a and vector b are collinear if and only if there exists a non-zero scalar m such that vector a equal to m into vector b. Note 4. For any vector vector a, modulus of vector a by mod vector a equal to modulus of 1 by mod vector a into vector a equal to 1 by mod vector a into mod vector a equal to 1. അതായത് എ എന്ന് പറയുന്ന ഒരു വെക്റ്റർ എടുത്തു. വെക്റ്റർ എ ഡിവൈഡഡ് ബൈ മോഡ് വെക്റ്റർ എ എന്നിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നു. ആ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമുക്ക് 1 എന്ന് കിട്ടുന്നു. അതായത് ഒരു വെക്റ്റർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ ടോട്ടൽ മോഡുലസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഹെൻസ് വെക്റ്റർ എ ഡിവൈഡഡ് ബൈ മോഡ് വെക്റ്റർ എ ഈസ് ദി യൂണിറ്റ് വെക്റ്റർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എ. അതായത് വെക്റ്റർ എ എന്ന് പറയുന്ന ഒരു വെക്റ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ആ വെക്റ്റർ എയുടെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് വെക്റ്റർ എ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്നത് കണ്ടാൽ മതിയാകും. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. നമുക്കൊരു വെക്റ്റർ തന്നിട്ടുണ്ട്. ആ വെക്റ്ററിൻ്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വെക്റ്റർ എ ഡിവൈഡഡ് ബൈ മോഡ് വെക്റ്റർ എ കണ്ടാൽ മതിയാകും. Now, properties of scalar multiplication. First one is associative law. If vector a is any vector and m, n are any scalars,
then m into n into vector A equal to mn into vector A. Distributive law. If vector A is any vector and m comma n are any scalars, then m plus n into vector A equal to m into vector A plus n into vector A. Next one, existence of identity. If vector A is any vector, then 1 into vector A equal to vector A.